നോമ്പുകാലായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഏത് സമയത്ത് വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ സംശയങ്ങളുടെ അളവ് കൂടിയിട്ടുണ്ട്. രാവിലെ അത്താഴം കഴിച്ചു വന്നതിന് ശേഷം വർക്കൗട്ട് ചെയ്താലോ എന്നുള്ള ഒരു സംശയം ആളുകൾക്കുണ്ട്. കാരണം പല റീലുകളും കാണുന്നത് രാവിലെ ഏറ്റവും ഉചിതമായിട്ടുള്ള സമയം, പ്രത്യേകിച്ച് ലേഡീസിന് ഉചിതമായിട്ടുള്ള സമയം രാവിലെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ പോയി ചേട്ടൻ കിടന്നുറങ്ങാം, പിന്നെ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, അല്ല നിങ്ങളുടെ വീട്ടിലെ ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള പറഞ്ഞിട്ട് അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള എനർജി ഉണ്ടാവും. അത്താഴം കഴിച്ച ഉടനെയുള്ള എനർജി, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള എനർജി ഉണ്ടാവും. മസിലിലൊക്കെ നന്നായിട്ട് നമ്മുടെ ഗ്ലൈക്കോജൻ ഒക്കെ ഉണ്ടാവും. ആ ഗ്ലൈക്കോജൻ ഉപയോഗിച്ച് നമ്മൾ ചെറിയ രീതിയിലൊക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ ഡിപ്ലീറ്റ് ആവും. അപ്പൊ ചിലർ ചോദിക്കും ഫാറ്റ് ഉണ്ടല്ലോ, ഫാറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നു. ശരിയാണ്, ഫാറ്റ് യൂട്ടിലൈസ് ചെയ്യും. വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മസിലിന്റെ റീകവറിയും റിപ്പയറിംഗ് ആണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻസിന്റെ ഫുഡിൽ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ആണ്, പ്രോട്ടീന്റെ അളവ് വളരെ കുറവാണ്. അത്തരത്തിലുള്ള ആളുകൾ പ്രോട്ടീൻ ഒന്നും കൂടുതൽ എടുക്കാത്ത ആളുകളാണെങ്കിൽ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യും. ഇവൻ AC-യിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ വേർക്കൂല, ക്ഷീണിക്കൂല. പക്ഷെ ഇന്റേണലി ഡീഹൈഡ്രേഷൻ സംഭവിച്ച ശരീരമായിരിക്കും നമ്മൾ. പ്രത്യേകിച്ച് നമ്മളെ ഈ കേരളത്തിൽ ഇപ്പോഴത്തെ നല്ല ചൂടാണ്. നമ്മളിനി വേർത്ത് AC-യിലാണ് വർക്കൗട്ട് ചെയ്യണം, ക്ഷീണമില്ല, നമുക്ക് വേർക്കൂലെങ്കിലും ശരീരത്തിന് ഇന്റേണൽ ആയിട്ട് ശരീരത്തിൽ നിന്ന് വെള്ളം നന്നായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മളെ ഇലക്ട്രോലൈറ്റ്സുകൾ, സോഡിയം, പൊട്ടാസ്യം എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പോയി കിടന്നുറങ്ങുക എന്നുള്ള സമയമാണ്. ആ സമയത്ത് കുറച്ച് ക്ഷീണം ഉണ്ടാവും, നമ്മൾ കിടന്നുറങ്ങും, ഉച്ചക്ക് നീച്ചിട്ട് മറ്റുള്ള ജോലികൾ ഏർപ്പെടുന്നില്ല. അപ്പൊ ഈ സമയത്തൊക്കെ ഫാറ്റ് യൂട്ടിലൈസ് ചെയ്യും, എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യും, ശരി തന്നെ. എന്നാൽ നമ്മൾ മസിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ മസിലിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീന് എവിടുന്ന് കിട്ടും? 10 മണിക്കൂറിന് മുകളിലായിട്ട് നമ്മൾ ഫാസ്റ്റിംഗ് ടൈമിലാണ്. ഈ ഒരു ടൈമിൽ ഇനി നമ്മളെ ശരീരത്തിൽ ചെറിയ രീതിയിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ തന്നെ ഇന്റേണലി ഡീഹൈഡ്രേഷൻ സംഭവിച്ച ഒരു ശരീരത്തിൽ എങ്ങനെ പ്രോട്ടീൻ മെറ്റബോളിസം നടക്കും?